ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്പെയിനിലെ അല്ലെങ്കിൽ ബാർസലോണയിൽ സ്പെയിനിൽ നയിക്കെന്ന് പറയുന്ന സഗ്രദ ഫാമിലിയാണ്. സഗ്രദ ഫാമിലി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അറിയാൻ പറ്റും. ഗൂഗിൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്പെയിനിൽ ബാർസലോണ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഐക്കൺ കാണിക്കുന്നത് ഈ പള്ളി. ആ പള്ളിയിലകത്താണ് ഞാൻ നിൽക്കുന്നത്. മനോഹരമായ പള്ളിയുടെ എൻട്രൻസ് നല്ല 25 യൂറോ ഒരാൾക്ക് വരുന്നത്. ഈ 125 വർഷമായിട്ടും ഇതിൻ്റെ വർക്ക് തീർന്നിട്ടില്ലെന്നുള്ളതാണ്. 125 വർഷമായിട്ട് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ്. അന്തോണിയോ ഗൗദി എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റ്. അദ്ദേഹമാണ് ബാർസലോണ സിറ്റിയെ തന്നെ ബാർസലോണ സിറ്റി കാണിക്കുന്നുണ്ട്. ബാർസലോണ സിറ്റിക്ക് ഡിസൈൻ ചെയ്തത്, ഈ പള്ളി ഡിസൈൻ ചെയ്തതൊക്കെ അദ്ദേഹത്തിൻ്റെ കരവിരുതാണ്. ബാർസലോണ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ മെയിനായിട്ടുള്ള കൺസ്ട്രക്ഷനിലൊക്കെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വർക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ആ പള്ളിയിൽ നിൽക്കുന്നത് സഗ്രദ ഫാമിലിയാണ്. ഹോളി ഫാമിലി എന്ന് പറയും. ഈ മെയിൻ എൻട്രൻസിൽ മുകളിൽ കാണിക്കുന്നത് യേശുവിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനം മുതൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണിക്കുന്നത് യേശുവിൻ്റെ മരണമാണ്. ഇവിടെ വന്നിട്ടുള്ളത് മനസ്സിലാവും. പിന്നെ മുകളിൽ കാണിക്കും, പള്ളി കാണിക്കും. മുകളിൽ നമുക്ക് കാണാം ഇത് ഒരു പനങ്കാട്. ഇപ്പോൾ അമ്പത്തറേസ്യയുടെയൊക്കെ റൈറ്റിങ്സിൽ പറയുന്നുണ്ട്, സ്പാനിഷ് ഫേമസ് റൈറ്റിങ്സൊക്കെ പറയുന്നുണ്ട്, പനങ്കാടുകളെ കുറിച്ച് പറയുന്നുണ്ട്, പനയോലകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പള്ളിയുടെ അകത്ത് കയറിയിട്ട് പനയുടെ കാടുകളിലേക്ക് കയറുന്നൊരു പ്രതീതിയാണ്. നമുക്ക് ചെറിയ ഒരു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അതിൻ്റെ വീഡിയോ ഒക്കെ കാണാം. ഓക്കെ. അതിൻ്റെ അകത്ത് ക്യാപ്പൊന്നും വെക്കാൻ പാടില്ല. പള്ളിയിൽ കുർബാന താഴെ തണ്ടർ ഗ്രൗണ്ടിലാണ് മീൻസ് കുർബാന ഡെയിലി ഉള്ളത്. ഇതിപ്പോൾ ഈ പള്ളി ഇപ്പോൾ ടൂറിസ്റ്റ്, അതായത് 2000-3000 ആൾക്കാർക്കാണ് ഒരു ദിവസം. അതിൽ കൂടുതൽ എനിക്ക് കൃത്യം കണക്കറിയില്ല. ഇതിപ്പോൾ ടൂറിസ്റ്റ് സീസൺ അല്ല, എന്നിട്ട് ഇത്ര ആൾക്കാരുണ്ട്.